വസന്ത് തെങ്ങുമ്പോൾ ഇപ്പോൾ തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. LDF കൺവീനർ ഇക്കാര്യം പറഞ്ഞു. അതുമാത്രമല്ല, LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ, അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നിയമസഭയിൽ ആ വിഷയത്തിൽ എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതായത് പോലീസിൽ നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകുന്നില്ല എന്നാണ്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധത്തെ പൊതുസമൂഹവും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പോലീസിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ദുർബലമാകുന്നത് അതെന്തുകൊണ്ടാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തലവേദന ഉള്ളത് കൊണ്ടാണ്. അത് ഇറക്കി വെക്കുവാനാണ് നിങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി നിഷേധിക്കാനാകാത്ത കാര്യമാണ്. അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് കണ്ണടച്ചു കളയാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അയ്യരുകളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കുറഞ്ഞ പക്ഷം ഒരു 100 ഒറ്റപ്പെട്ട സംഭവങ്ങളും 100 ഒറ്റപ്പെട്ട പോലീസ് അട്രോസിറ്റിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പിണറായി വിജയൻ മനസ്സിലാക്കിയാൽ മതി. ഇനി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിയമസഭയിലും വെളിയിലും അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അതിൽ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും യാതൊരു തടസ്സവും സൃഷ്ടിക്കില്ല എന്ന പ്രതീക്ഷയും എന്ന വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ചോദിക്കട്ടെ, എം മുകേഷ് അവിടെ ഭരണപക്ഷത്തുണ്ടല്ലോ അല്ലെ, ഗണേഷ് കുമാർ ഉണ്ടല്ലോ അല്ലെ, AK ശശീന്ദ്രൻ ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ തുടങ്ങി FIR-ഉം കേസ് ഡയറിയും ഇട്ട കേസ് ഫയൽ കോടതിയിൽ നിൽക്കുന്ന കേസിലെ വിവിധ സ്ത്രീപീഡന കേസിലെ ആരോപണ വിധേയരല്ല പ്രതി ചേർക്കപ്പെട്ട പ്രതികൾ, ആ പ്രതികൾ ആ സഭയിൽ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാത്രം ഞങ്ങളെ ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞേക്കാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് സർക്കാർ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കെട്ടായിട്ട് ഭരണപക്ഷം ആ പറയുന്ന ആളുകളെ, അവർ മഹാന്മാരെന്ന് അല്ല പറയുന്നത്, ആ പറയുന്ന ആളുകളെ, ആ പറയുന്ന MLA-മാരെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പരസ്യമായിട്ട് നിങ്ങൾ തള്ളിപ്പറയുന്നു, ഒളിഞ്ഞിരുന്ന് നിങ്ങൾ സഹായിക്കുന്നു, പിന്നെ കുറച്ച് നേതാക്കൾ അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് നിയമസഭയിലേക്ക് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇരട്ടത്താപ്പ് നിങ്ങൾക്കുണ്ട് എന്നതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കൊരു തലവേദനയാണ്. ഈ തലവേദന മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. അതല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ നിയമസഭയിൽ വരാൻ പോലും പറ്റുമായിരുന്നില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമായിരുന്നു. അത് സംഭവിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ലല്ലോ, ഞങ്ങൾ CPM-നെ പോലെ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്ന് ഇതിന് തീവ്രത കുറവാണ്, ഈ തീവ്രത അളക്കപ്പെട്ടു, അത് പാർട്ടി കോടതി തീരുമാനിച്ചു, തീവ്രത കുറവാണ് എന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ M മുകേഷിന്റെ കേസിൽ 2 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം മാറി നിന്നാൽ മതി എന്ന് പറയുന്ന സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന പാർട്ടിക്കാരിയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന P സതീദേവിയെ പോലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയല്ലല്ലോ. ഞങ്ങൾ പരസ്യമായൊരു നിലപാടെടുത്തു. ഈ സംസ്ഥാനത്ത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഒരു പാർട്ടിയും എടുക്കാത്ത നിലപാടാണ്. ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി, അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ, അതുവരെ തൽക്കാലം പാർട്ടിയുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ അങ്ങ് ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു എന്നൊക്കെ പറഞ്ഞ ആയിരക്കണക്കിന് പേരൊന്നുമല്ല. ആകപ്പാടെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നേമം ഷുജീറും റെനോ P രാജനും ഇവർ ദീർഘകാലത്തെ സൗഹൃദമുള്ളവരാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നാളെ തൊട്ട് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തോട് മിണ്ടരുത് എന്ന് പറയാൻ പറ്റുമോ? ശ്രീ നേമം ഷജീറിന്റെ വണ്ടിയിലാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് നിങ്ങൾ ന്യൂസ് 18 അടക്കം വാർത്ത ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നേമം ഷജീർ അദ്ദേഹവുമായി എത്രയോ കാലമായി ബന്ധമുള്ള ആളാണ്. അപ്പൊ ഇന്ന് രാവിലെ കണ്ടേക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചു എന്നെങ്കിൽ യാതൊരു വിധ തെറ്റും പാർട്ടി കാണുന്നില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ പാർലമെന്റിൽ താങ്കൾ കാണുന്നില്ലായിരിക്കും, പാർട്ടിയിൽ വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ. അല്ലാതെ ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ശ്രീ മഞ്ജുഷ്, അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് നാളെ രാവിലെ ഇന്നോവ വാടകയ്ക്കെടുത്ത് ഭാഷയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആരുടെയും വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടില്ല. ഈ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് 885 തൊട്ട് ഇന്ന് വരെ ഉണ്ട്. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം ഒരു അഭിപ്രായത്തിലേക്ക് എത്തും. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. ആ അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് നടപ്പിലാക്കി കഴിഞ്ഞു. അത് ചെയ്യാനുള്ള ആർജവത്തിന്റെ 1000-ൽ 1 CPM കാണിക്കട്ടെ. M മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കട്ടെ. അടുത്ത സെക്കൻഡിൽ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഞങ്ങൾ രാജിവെപ്പിക്കാം. ആർജവമുണ്ടോ M മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ? FIR-ൽ മുകേഷിന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിലപാട്? ആദ്യം പറഞ്ഞ കേസ് പരാതി വന്നു, പിന്നെ പറഞ്ഞ FIR വന്നു, പിന്നെ പറഞ്ഞ കേസ് ഡയറി വന്നു, പിന്നീട് പറഞ്ഞ കോടതി സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇനി എന്തിന് കാത്തിരിക്കാമെന്നേ. ഇതൊക്കെ ശരിയാണ്. വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്.